ഹായ്, വെൽക്കം ടു ജാൻസി സ്പെഷ്യൽ. അപ്പോഴേ ഇന്ന് ഒരു കഷ്ണം തിരണ്ടി എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 3/4 കിലോത്തോളം തിരണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്രഷ് തിരണ്ടി ആയിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഇത് വറുക്കാനും പോകുന്നുണ്ട്, കറി വെക്കാനും പോകുന്നുണ്ട്. അപ്പോൾ കറി വെക്കുന്നത് ഒരു പഴയകാല രീതിയിലാണ് കറി വെക്കുന്നത്. തേങ്ങയൊന്നും വറുത്തിറക്കുന്നില്ല, പക്ഷേ പൊടികളൊക്കെ ഒന്ന് ഓട് കാച്ചി റെഡിയാക്കി ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ അങ്ങനെ പുളിയിട്ട് റെഡിയാക്കുന്നൊരു കറിയാണ്. കറിയും വെക്കുന്നുണ്ട്, ഒപ്പം വറുക്കുകയും ചെയ്യുന്നുണ്ട്. ആ തിരണ്ടി ഞാൻ വറുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു റെസിപ്പി കിട്ടിയിരുന്നു, വറുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് വറുക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം, കറിയും വെക്കാം, വറുക്കുകയും ചെയ്യാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തിരണ്ടിക്കറി നമ്മൾ അരപ്പ് തേങ്ങ വറുത്തിറക്കാതെയാണ് വെക്കുന്നത്. അപ്പോൾ അത് നമ്മൾ പൊടികളൊക്കെ ഒന്ന് ഓട് കാച്ചി റെഡിയാക്കി എടുക്കുന്ന ഒരു സ്പെഷ്യലായിട്ട് വെക്കുന്ന തിരണ്ടിക്കറിയാണിത്. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തിറക്കാതെ ഈ ടൈപ്പ് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ 1/2 കിലോ തിരണ്ടി ഉണ്ട് കേട്ടോ, നീറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അതിനെടുത്തിരിക്കുന്ന പൊടികളെന്ന് പറയാനായിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.25 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പൊടികൾ അതാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളൊന്ന് ഓട് കാച്ചിയിട്ടാണ് കറി റെഡിയാക്കുന്നത്. ഉള്ളി എടുത്തിരിക്കുന്നത് ഒരു 15ഓളം ചുമന്നുള്ളി, ഒരു 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു 8 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുടംപുളി നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമ്മുടെ കറിക്ക് ആവശ്യമുള്ള വെള്ളത്തിലാണ് ഞാനിത് ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മളെടുക്കുന്ന വെള്ളം കറിക്ക് ആവശ്യമുള്ള. അപ്പോൾ അതിലാണ് ചൂടുവെള്ളത്തിലാണ് ഞാൻ പുളി ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് കറി റെഡിയാക്കാം. അപ്പം നമുക്ക് ആദ്യം പൊടികളൊന്ന് ഓട് കാച്ചാം കേട്ടോ. അപ്പോൾ ഈ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. തീ കുറച്ചിടാം. ഇങ്ങനെ വെക്കുമ്പോൾ കറിക്ക് ഒരു പ്രത്യേക രുചിയായിരിക്കും കേട്ടോ. ഇറച്ചിയൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട്, പൊടികളിങ്ങനെ ഓട് കാച്ചി. പണ്ടത്തെ കാരണന്മാർ വെക്കുന്നത് ഈ രീതിയിലാണ്. പൊടികളുടെ ആ പച്ചച്ചവയൊക്കെ മാറി പ്രത്യേക രുചിയായിരിക്കും ഇങ്ങനെ കറി വെക്കുമ്പോൾ. അപ്പോൾ പൊടിയൊക്കെ മൂത്തിട്ടുണ്ട്, ഇത്ര മതി. ചട്ടിയിലിരുന്ന് ഒന്നും കൂടി ചൂടായിക്കോളും. അപ്പോൾ നമ്മൾ ഈ മൺചട്ടിയിലാണ് കേട്ടോ കറി റെഡിയാക്കുന്നത്. അപ്പോൾ ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാലിട്ടുണ്ട്. നമുക്ക് അല്പം ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഒപ്പം വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒപ്പം കറിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്, വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഓട് കാച്ചി വെച്ചിരിക്കുന്ന പൊടികളാണ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ചാറൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് തിരണ്ടിയുടെ കഷ്ണങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ കിടന്ന് തിളച്ച് ചെറുതിയിൽ കിടന്ന് നന്നായിട്ട് പറ്റണം, പുളിയൊക്കെ പിടിക്കണം. ഒന്ന് മുക്കിയിട്ട് കൊടുക്കാം. തിളച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് നമുക്ക് ചെറുതീയിലിട്ടൊന്ന് വേവിച്ച് വറ്റിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി നോക്കാം കേട്ടോ. കറിയൊക്കെ തിളച്ചിട്ട് ഒരു 5 മിനിറ്റ് ആയി. അപ്പോൾ ഞാൻ തീ കുറച്ചിട്ടൊക്കെയാണ്. നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒന്ന് വറ്റാനുണ്ട്. 10 മിനിറ്റും കൂടി നമുക്കൊന്ന് മൂടി വെക്കാം. നോക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 15-20 മിനിറ്റോളമായി കറി വെച്ചിട്ട്. അപ്പോൾ കറിയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇരിക്കുന്തോറും ഒന്നും കൂടി വറ്റും, മല്ലിപ്പൊടിയൊക്കെ ഇട്ടേക്കണമുണ്ട്. തണുത്ത് കഴിയുമ്പോൾ ഇത് ഒന്നും കൂടി കുറുകും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓട് കാച്ചി റെഡിയാക്കിയ തെരണ്ടിക്കറി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ചുറ്റിച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഇനി ഒന്ന് ചുറ്റിച്ച് നിർത്താം. ഓക്കെ.